ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ സ്പോയിലർ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, സ്പോയിലറാണ്. പടം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പോൾ പടം വന്ന് സൂപ്പർ ഫണ്ണായിരുന്നു. ഈവൻ പടത്തിൻ്റെ ആ ഒരു ഓപ്പണിംഗ് സീൻ തന്നെ വേറെ ലെവലായിരുന്നു. ആ ഇൻട്രോ സീൻ, അതായത് നമ്മുടെ ഡെഡ്പൂൾ വന്ന ആ ബൈ ബൈ സോങ്ങിൽ ഡാൻസൊക്കെ കളിക്കുന്നത് സൂപ്പറായിരുന്നു. ആൻഡ് അതുമാത്രമല്ല ആ ക്രെഡിറ്റ്സൊക്കെ കാണിക്കുന്നതും സൂപ്പറാണ്. ഇതുവരെയായിട്ടും നമ്മുടെ ഡെഡ്പൂൾ മൂവീസിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻട്രോ ഇത് തന്നെയാണ്. ഓക്കെ, ഓപ്പണിംഗ് ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. ആ TV ഏജൻസിനെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും അവരെ കൊല്ലണമൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. ആൻഡ് ആ ലോഗൻ്റെ സ്കെൽട്ടൻ വെച്ചൊക്കെ ഫൈറ്റ് ചെയ്യുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. അഡമേറ്റഡ് സ്കെൽട്ടനെ അതൊക്കെ വെച്ച് സൂപ്പറായിരുന്നത്, അതുകൊണ്ട് ഫണ്ണായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ആ ലോഗൻ്റെ ആ ഒരു ഡെത്തിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ലോഗൻ പടത്തിൽ അത് ഭയങ്കര ഒരു ഇമോഷനായിട്ടുള്ള സീനായിരുന്നു. അപ്പോൾ അത് വന്ന് ഡെഡ്പൂൾ ഇങ്ങനെ ഒരു കോമഡി ആക്കി കാണിച്ചത് ആസ് എ ലോഗൻ ഫാൻ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ അത് കുറച്ചും കൂടെ വേറെ രീതി ചെയ്യാമെന്നാണ് തോന്നിയത്. ഫണ്ണായിരുന്നു, പക്ഷേ അതെന്തോ ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്കൊരു വലിയൊരു സീനിന് ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം. കാരണം ഇനി വന്ന് നമ്മൾ ലോഗൻ മൂവി കണ്ട ഈ ഒരു കാര്യമായിരിക്കും ഓർമ്മ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇൻട്രോ കൊള്ളായിരുന്നു, ബട്ട് അത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് പടത്തിൻ്റെ സ്റ്റോറിയിലോട്ട് നമ്മൾ മെയിനായിട്ട് കിടക്കുമ്പോഴേക്കും നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സ് നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആങ്കർ ബീങ് വേണം. സോ വൂൾവറിനാണ് ആങ്കർ ബീങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ്പൂള് പുള്ളിയുടെ യൂണിവേഴ്സ് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ വൂൾവറിനെ തേടി പല യൂണിവേഴ്സിലോട്ട് പോവുകയും അവിടുന്ന് ഒരു വൂൾവറിനെ കൊണ്ടുവരാനും നോക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി. അതായത് ഈ ഒരു വൂൾവറിൻ വന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വൂൾവറിനാണ്. അതുകൊണ്ട് തന്നെ ഈ വൂൾവറിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് പുള്ളിയുടെ യൂണിവേഴ്സിലോട്ട് കൊണ്ടുവരണം, അതാണ് ഡെഡ്പൂളിൻ്റെ ലക്ഷ്യം. അതിൽ ഈ ഡെഡ്പൂൾ പല ആ ഒരു വേൾഡിലോട്ട് പോണ സീൻ സൂപ്പറായിരുന്നു. പല വൂൾവറിൻ വേരിയൻസിനെ കാണിച്ചതൊക്കെ സൂപ്പറായിരുന്നു. അതിലൊരു കോമിക് അക്യുറേറ്റ് ആയിട്ട് ഒരു വൂൾവറിൻ വരും, ഒരു കുള്ളൻ വൂൾവറിൻ. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ആരും വിചാരിച്ചിട്ടുണ്ട് അല്ല ഇനി ആരും കോമിക് അക്യുറേറ്റ് വൂൾവറിൻ വേണമെന്ന് ചോദിക്കൂല എന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സീനായിരുന്നു. പിന്നെ നമ്മുടെ ഹെൻറി കാവിൽ വന്ന് വൂൾവറിനായിട്ട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാവറിൻ എന്ന് പറയും, ലെജൻഡ്സ് അട്രൂ എന്ന് പറയും. അത് സൂപ്പറായിരുന്നു. അത് ഹെൻറി കാവിൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി ആ കൈയൊക്കെ പുള്ളിയുടെ സ്റ്റൈലിലാണ് എടുത്തിട്ട് വന്ന് അടിക്കുന്നതായിട്ടൊക്കെ കാണിച്ചത്, അത് സൂപ്പറായിരുന്നു. പിന്നെ ഒരു വേൾഡിലാണെങ്കിൽ നമ്മുടെ ഹൾക്ക് വേഴ്സസ് വൂൾവറിൻ ഫൈറ്റ് നടക്കാനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അടുത്ത് കാണിച്ചില്ല, ചെറുതായിട്ട് കാണിച്ചു. സോ ആ ഫൈറ്റും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫണ്ണായിരുന്നു എന്നാണ് തോന്നിയത്. പിന്നെ അങ്ങനെ പല വൂൾവറിൻ വേരിയൻസ് ഒക്കെ കാണിച്ചു, അതൊക്കെ സൂപ്പർ ഫണ്ണായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഡെഡ്പൂൾ കണ്ടെത്തുന്ന ഒരു വൂൾവറിൻ വേരിയൻ്റ് ആണ് നമ്മളിപ്പം ട്രെയിലറിലൊക്കെ കണ്ട ഒരു വേരിയൻറ്റ്. സോ ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ട് ഒരു വേരിയൻറ്റ് എന്ന് പറയാം. സോ ഈ ഒരു വൂൾവറിൻ വന്ന് പുള്ളിയുടെ വേൾഡൊക്കെ നശിക്കാൻ പുള്ളിയാണ് ഒരു റീസൺ. അപ്പം അങ്ങനെ ഇരിക്കുന്ന വൂൾവറിനെ എങ്ങനെയാണ് നമ്മുടെ ഡെഡ്പൂൾ കൺവിൻസ് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വൂൾവറിൻ പൊളിയായിരുന്നു, ഭയങ്കര പവർഫുൾ വൂൾവറിനാണ്. നമ്മൾ ഇനി മുമ്പേ എക്സ്മെൻ മൂവീസ് കണ്ട പോലത്തെ വൂൾവറിനല്ല, ഇത് വേറെ ലെവലായിട്ടുള്ള വൂൾവറിനാണ്. ആൻഡ് ഈ ഒരു വൂൾവറിനാണ് ഇനി തൊട്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ആ ഒരു വേൾഡിൻ്റെ ആങ്കർ ബീങ് എന്ന് പറയുന്നത്. അപ്പോൾ ആങ്കർ ബീങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഈ മൂവിയിലാണ് കൊണ്ടുവന്നത്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വേറെ ഒരു വീഡിയോയിലൊക്കെ നോക്കാം. സോ അപ്പോൾ ഈ ആങ്കർ ബീൻ എന്ന് പറയുന്ന സംഭവം ഇനി നമ്മുടെ MCUവിൽ ആരാണ് ആങ്കർ ബീൻ എന്നൊരു വലിയ ഡൗട്ടായിട്ടാണ് ഉള്ളത്. അയൺമാൻ ആണെന്ന് പറയുന്നത്, ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്ന് പറയുന്നത്. സോ ആരാണെന്ന് നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ചില ആൾക്കാർക്ക് ഈ മൂവിയിലുള്ള ചില കാര്യങ്ങളൊന്നും പിടികിട്ടിട്ടില്ലെന്ന് എനിക്ക് കമൻറ്റൊക്കെ കണ്ടപ്പോൾ പിടികിട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണേണ്ട മൂവീസൊക്കെ കണ്ടിരിക്കണം. സോ പ്രത്യേകിച്ച് ലോക്കി സീരീസൊക്കെ കണ്ടാലേ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പിടികിട്ടു. സോ അത് കാണാതെ പോയതാണ് ഒന്നും പിടികിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ. ആൻഡ് വില്ലനിലോട്ട് വരുമ്പോഴേക്കും കസാൻഡ്രോ നോവയാണ് ഇതിലൊരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്നത്. ഭയങ്കര പവർഫുൾ വില്ലനായിരുന്നു, എന്താ പറയുക, കിടിലായിരുന്നു. പക്ഷേ ആ വില്ലൻ്റെ മോട്ടീവ് എന്തോ ശരിയാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എന്തോ ഒരു പവർഫുൾ വില്ലനാണ്, പക്ഷേ ഈ വില്ലൻ്റെ ശരിക്കും ലക്ഷ്യം എന്താണ് ചില ആൾക്കാർക്ക് പിടികിട്ടൂല, അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു മോട്ടീവ് കുറച്ചും കൂടെ ഈ വില്ലൻ്റെ ബെറ്റർ ആക്കുമായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പം തോന്നിയത്. ഈ ക്യാമിയോസിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് കാണുകയാണ് നമ്മുടെ ഹ്യൂമൻ ടോർച്ച്, നമ്മുടെ ക്രിസ് ഇവാൻസിൻ്റെ ജോണി എന്ന ക്യാരക്ടറിനെ കാണുന്നത്. സൂപ്പറായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് കണ്ടപ്പോൾ പിടികിട്ടി ഇത് ഉറപ്പായിട്ട് ഹ്യൂമൻ ടോർച്ച് ആണെന്ന്. ബട്ട് ചില ആൾക്കാർ ഉറപ്പായിട്ട് ഇത് ക്യാപ്റ്റൻ അമേരിക്ക എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടായി. എനിക്ക് പിടികിട്ട ഞാൻ റൂമേഴ്സൊക്കെ കേട്ടതുകൊണ്ട് എനിക്കറിയാൻ ഇത് ഉറപ്പായിട്ട് ഹ്യൂമൻ ടോർച്ച് ആയിരിക്കുമെന്ന്. ആൻഡ് പുള്ളി പറഞ്ഞ സീനൊക്കെ കൊള്ളായിരുന്നു, ഫണ്ണായിരുന്നു. ബട്ട് പുള്ളി വന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ടും വേസ്റ്റ് ആക്കിയത് പോലെ എനിക്ക് തോന്നി, ഒരു ഡിസ്റെസ്പെക്റ്റ് ചെയ്ത പോലെയായിരുന്നു എനിക്ക് തോന്നിയ ക്യാരക്ടറാണ്. അതായത് ഈ ഒരു ക്യാരക്ടർ വന്ന് പൈറോയുടെ അടുത്ത് ഫൈറ്റിന് പോകാനായിട്ടും പൈറോ വന്ന് ഈസിയായിട്ട് ഡിഫീറ്റ് ചെയ്യാനായിട്ടും താരെ വന്ന് അങ്ങ് വീരനായിട്ടും കാണിച്ചിട്ടുണ്ട്. ആ വീരനെ തന്നെ ഭയങ്കര കോമഡി ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ കസാൻഡ്രോ നോവ ഈ ക്യാരക്ടറിനെ ഈസിയായിട്ട് കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ഒരു ഡിസ്റെസ്പെക്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്.
അതായത് എന്തെന്ന് അറിഞ്ഞുകൊണ്ട് ഈ ഫാൻറ്റാസ്റ്റിക് ഫോറിന് മാത്രമാണ് ഈ ഗതി എന്നാണ് തോന്നുന്നത്. ആൾറെഡി ഡോക്ടർ സ്ട്രേഞ്ച് 2 വന്ന് മറ്റേ മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക്കിനെ വാണ്ട കൊടൂരമായിട്ട് കൊല്ലുന്നുണ്ട്. അതിനേക്കാളും കൊടൂരമായിട്ട് ഇപ്പോൾ ജോണിയെ കൊന്നിട്ടുണ്ട്. സോ എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞുകൂടെ. ഇനിയിപ്പോൾ അടുത്ത് വന്ന് വേറെ മൾട്ടിവേഴ്സ് മൂവിയിൽ മറ്റേ സൂസനെയും തിങ്ങിനെയായിരിക്കും കൊല്ലാൻ പോകുന്നത് തോന്നുന്നത്. സോ പുതിയ ഫാൻറ്റാസ്റ്റിക് ഫോർ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരൊക്കെ തട്ടിക്കളയാം എന്നുള്ള തീരുമാനമാണോ മാർവൽ എടുത്തതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്താണ് ഇങ്ങനെയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ക്യാരക്ടർ വന്നത് കൊള്ളാമെങ്കിൽ ആ ക്യാരക്ടറിനെ ഇത്രയ്ക്കും എന്താ പറയുക കൊടൂരമാക്കി കാണിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊടൂരമായിട്ട് കൊല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ആ ഒരു സീൻ ആ ക്യാരക്ടറിനെ, ആ വില്ലൻ ക്യാരക്ടറിനെ നല്ല പവർഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ജോണിയെ പാവം വേസ്റ്റാക്കി കളഞ്ഞ്. പിന്നെ വേറെ ക്യാമസിലോട്ട് വരുമ്പോഴേക്ക് നമ്മുടെ ബ്ലേഡ് വരുന്നുണ്ട്, എലക്ട്ര വരുന്നുണ്ട്, പിന്നെ ഗാംബിറ്റ് വരുന്നുണ്ട്, X-23 വരുന്നുണ്ട്. അതിൽ ഏറ്റവും സൂപ്പർ ബ്ലേഡാണ്. സീന് ക്യാമിയോ ആയിരുന്നു. എനിക്കിപ്പോൾ ഈ പഴയ ബ്ലേഡ് പടമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിനെ വീണ്ടും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ ആ ക്യാരക്ടർ വയസ്സായെങ്കിലും പുള്ളിയുടെ ആ ഒരു മാസ് പോയിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പുള്ളിയുടെ ഫൈറ്റ് സീനൊക്കെ സൂപ്പർ കൂളായിരുന്നു. സോ ഇനി MCUവിൽ എപ്പോഴാണ് ആ ബ്ലേഡ് പടം ഇവന്മാർ ചെയ്യാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ട്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ബ്ലേഡിൻ്റെ ക്യാമിയോ ആണ് എനിക്ക് ഇതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമിയോ. പിന്നെ ഈ പടത്തിൽ തന്നെ അവർ ഡയർ ഡെവിലിനെ പണിഷറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. എലക്ട്ര ക്യാരക്ടർ പറയുന്നുണ്ട്. സോ ഡയർ ഡെവിലിന് പണിഷർ മരിച്ചു പോയി എന്നുള്ള കാര്യം. സോ പണിഷർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഏത് പണിഷറിനെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഡയർ ഡെവിൽ മിക്കവാറും ബെൻ അഫ്ലെക്കിൻ്റെ ഡയർ ഡെവിലിനെ തന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത്. സോ ആ ഡയർ ഡെവിലാണ് മരിച്ചത്. സോ എനിക്കൊന്ന് ബെൻ അഫ്ലെക്കിനെ വിളിച്ചായിരിക്കും പുള്ളി പോകാൻ പറ്റാത്തതുകൊണ്ട് ഡയർ ഡെവിൽ ചത്തെന്നാക്കി കാണിച്ച്. സോ എന്തോ ബുദ്ധി, സോ ഒടുക്കത്തെ ബുദ്ധി തന്നെ. അതിൽ പിന്നെ വന്ന പടത്തിലെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിരുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വൂൾവറിൻ വേഴ്സസ് ഡെഡ്പൂൾ ഫൈറ്റ് അതാണ് സൂപ്പർ. ആ വോയിഡിലും കാറിലുള്ള ഫൈറ്റും അതൊക്കെ കിടിലം ഫൈറ്റ് ആയിരുന്നു. കൂടാതെ നമ്മുടെ ഡെഡ്പൂളിലെ നിറയെ വേരിയൻസ് ഒക്കെ കാണിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അത് പൊളി ഫണ്ണായിരുന്നു. ആ സമയം വൂൾവറിൻ മാസ്ക് വിട്ട് പോയി അവരെയൊക്കെ കൊല്ലനെയൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, സൂപ്പറായിരുന്നു. ഡെഡ്പൂൾ വേരിയൻസിനൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. കുറേ വെറൈറ്റി വേരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ ഈ ലേഡി ഡെഡ്പൂളായിട്ട് നമ്മുടെ ടാൻ്റെ വൈഫ് തന്നെയാണ്, ബെക്ക് ലിവ്ലി തന്നെയാണ്, അത് കൺഫേമാണ്. അതിൻ്റെ ഈ ബേബി പൂളിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാരും വിചാരിച്ചിട്ടുണ്ട്. അത് വൻ കോമഡിയാണ്, ചിരിച്ച് എത്തി. അതേപോലെ നിറയെ ഉണ്ടായിരുന്നു. എൻ്റെ ആ നൈസ് പൂൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ക്യാരക്ടർ പാവം ചത്തുപോയി. ബട്ട് ആ ക്യാരക്ടർ നല്ല രസമായിരുന്നു. അതുപോലെ ഡെഡ്പൂളിൻ്റെ വേരിയൻസ് കൊള്ളായിരുന്നു. ഈ പടത്തിലെ ഹ്യൂമറൊക്കെ നല്ലവണ്ണം വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ, അതായത് നമ്മുടെ ഡെഡ്പൂൾ വൂൾവറിൻ ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ വൂൾവറിൻ ഈ ഗ്ലാസ്സൊക്കെ വെച്ച് തറയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞൊരു സീനുണ്ട്. അത് സൂപ്പർ സാധനമായിരുന്നു. നമ്മൾ മൂവീസിലൊന്നും കണ്ടിട്ടില്ല, ബട്ട് ഇത് കിടിലൻ സാധനമായിരുന്നു. സോ വൂൾവറിനെ നല്ലവണ്ണം അവർ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോറി വെച്ച് നോക്കുമ്പോഴേക്കും വൂൾവറിനാണ് നല്ല സ്റ്റോറി ഉള്ളതായിട്ട് തോന്നി. ആ ഒരു ക്യാരക്ടർ ആർക്ക് ഡെഡ്പൂളിനേക്കാളും വൂൾവറിനാണ് ഈ പടത്തിൽ നന്നായിട്ട് ഉണ്ടായിരുന്നത്. സോ അത് ആൾറൗണ്ട് സൂപ്പറായിരുന്നു. അതിൻ്റെ പടത്തിലെ സ്റ്റോറി ആൾറൗണ്ട് കുറച്ച് ഡൗൺ ആയിരുന്നു. ഓക്കെ, അങ്ങനെ വലിയ സ്റ്റോറി ഒന്നുമല്ല. ഒരു മൾട്ടിവേഴ്സാണ്. 2 ഫ്രണ്ട്സ് മൾട്ടിവേഴ്സിൽ പോകുന്നു, അവരെങ്ങനെ ഒരുമിക്കുന്നു, എങ്ങനെ മൾട്ടിവേഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സ്റ്റോറി വെച്ച് കുറച്ച് ഡൗൺ ആണ്. ബട്ട് ആൾറൗണ്ട് മൂവി നല്ല ഫണ്ണാണ്. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഡെഡ്പൂളിൻ്റെ ഹ്യൂമേഴ്സ്, വൂൾവറിനായിട്ട് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ വന്നത് എല്ലാം ആൾറൗണ്ട് ഫണ്ണാണ്. അപ്പം പടം ആൾറൗണ്ട് കൊള്ളാം. സോ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നിപ്പോയാൽ കുറച്ച് ഷോക്കായിപ്പോയി. അപ്പോൾ എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. സോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ആ ഒരു സ്പോയിലർ റിവ്യൂ താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.